ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പലർക്കും സംശയം ഉണ്ടാവും മാർക്കറ്റിൽ ഏത് പാറ്റേൺ ആണ് എപ്പോഴും വർക്ക് ആവുക, അല്ലെങ്കിൽ ഏത് പാറ്റേൺ ഹെഡ് ആൻഡ് ഷോൾഡർ വേണോ, ഡബിൾ ടോപ്പ് പാറ്റേൺ വേണോ, റേസിംഗ് വെഡ്ജ്, ഫാളിംഗ് വെഡ്ജ്, അസിമെട്രിക് ട്രയാങ്കിൾ, അങ്ങനെ ഒരു 150 മാർക്കറ്റിൽ ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട് ഗൈസ്. നമ്മൾ ഈ എല്ലാ പാറ്റേൺസും ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാൻഡിൽ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബുള്ളിഷ് എൻഗൾഫി, ഡോജി, അങ്ങനെയുള്ള നിങ്ങൾ കുറച്ച് ഇപ്പോൾ കാൻഡിൽ പാറ്റേൺസ് തന്നെയാണെങ്കിലും ഇഷ്ടം പോലെ കൺഫർമേഷൻ കാൻഡിൽസ് ആണ്. ഇപ്പോൾ ഹാമർ, ഡോജി, ഡ്രാഗൺ ഫ്ലൈ ഡോജി, ഗ്രാവിസ്റ്റൺ ഡോജി എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്താ പറയാ, ടീസർ ബോട്ടം, അങ്ങനെ ഇഷ്ടം പോലെ കാൻഡിൽസിൽ നമുക്ക് പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രേഡിംഗ് പാറ്റേൺസും ഉണ്ട്, റിവേഴ്സൽ പാറ്റേൺസ് എന്ന് പറയും. അതും നമുക്ക് കണ്ടമാനം. ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഗൂഗിൾ ഇമേജസിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഇപ്പൊ ഞാനിവിടെ ഇതാ ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട്, കണ്ടോ? ബുള്ളിഷ് റെക്ടാങ്കിള്, റേസിംഗ് വെഡ്ജ്, അസിമെട്രിക് ട്രയാങ്കിള്. അപ്പോൾ ഇഷ്ടം പോലെ പാറ്റേൺസ് മാർക്കറ്റിലുണ്ട് ഗൈസ്. അപ്പോൾ ഈ എല്ലാ പാറ്റേൺസും കൂടിയിട്ട് നമ്മൾ പഠിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ചിലപ്പോൾ പാളും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പാറ്റേൺ ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആയാലും ശരി, ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ഷാമ്പു ഉണ്ട് ഗൈസ്. ഇത് അറിയാവുന്ന കാര്യമായിരിക്കും എല്ലാവർക്കും, ബട്ട് ഇത് അറിയാത്ത കുറെ ബിഗിനേഴ്സ് ഉണ്ട്. ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, കണ്ടോ? ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഗൈസ്. രണ്ട് രണ്ട് ഷോൾഡർ ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും. ഇതന്നെ നേരെ ഇത് സെൽ കൺഫോർമേഷൻ, നേരെ ബുള്ളിഷ് കൺഫോർമേഷൻ, വേറെ ഒരു ഇതിന്റെ തന്നെ തല തിരിച്ചിട്ട് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പാറ്റേൺ ആണ് മോസ്റ്റ്ലി ഞാൻ ഈ പാറ്റേൺ മാത്രമാണ് ഗൈസ്. ആക്ച്വലി ഞാൻ പറയാലോ, ഞാൻ ഇത് മാത്രമാണ് ഫോക്കസ് ചെയ്യാറ്. ഞാൻ ഇങ്ങനത്തെ പാറ്റേൺ ഇത് ഈ പാറ്റേൺ വെച്ചിട്ടല്ല ഞാൻ ട്രേഡ് ചെയ്യുക. പ്ലസ് എനിക്ക് വേറെ കുറെ കോൺഫ്ലുവൻസുകൾ ഉണ്ട്. ആ കോൺഫ്ലുവൻസ് പ്ലസ് ഈ പാറ്റേൺ ഒരു കൺഫോർമേഷൻ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൈസ് ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് എപ്പോഴൊക്കെയാണ് റിവേഴ്സ് ആവുക, ഓക്കെ, മാർക്കറ്റ് എപ്പോഴാണ് റിവേഴ്സ് ആവുക, അപ്പൊ വരുന്ന ഒരു കൺഫോർമേഷൻ ആണ് ഈ പാറ്റേൺ. ഈ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇപ്പൊ ചിലപ്പോൾ റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ആ പാറ്റേൺ വരിക ഗൈസ്. ഇങ്ങനെയാണ്. കണ്ടോ? നമുക്ക് രണ്ട് ഷോൾഡർ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഹെഡ് ആൻഡ് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇനി ഇങ്ങനെ തന്നെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഇത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. സിമ്പിൾ ആണ്, ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഇത് റിവേഴ്സൽ ആണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺസ് എപ്പോഴൊക്കെ മാർക്കറ്റിന്റെ ഓരോ ഏരിയകളിൽ വരും, അപ്പോൾ ആ ഏരിയ എന്നൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് ലൈവായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മാർക്കറ്റിൽ. അയ്യോ, ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓവർ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇതിപ്പോ നമ്മളിപ്പോ ഈ വരച്ച പോലെ ടെക്സ്റ്റ് ബുക്ക് സാധനം ആയിരിക്കില്ലേ വരിക. ഓക്കെ, ഇതിൽ ചെറിയ ചെറിയ ഇപ്പോൾ ഹെഡ് ഇങ്ങനെയാണെങ്കിലൊക്കെ കൂടി നമുക്കത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ ആയിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, എക്സാക്ട് ഇതുപോലെ തന്നെ ഞാനിപ്പോ ഈ വരച്ച പോലെ തന്നെ ഇങ്ങനെ തന്നെ വരണം എന്നില്ല ഗൈസ്. ഓക്കെ, ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ വരാം, ഇത് ഇങ്ങനെ വരാം, ഇത് വേണമെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇത്രയും വരാം. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും വരാം. അത് നമ്മൾ ഇതിങ്ങനെ മാർക്കറ്റിൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് നാൾ നമ്മൾ ഇത് ചെയ്ത് ഈ പാറ്റേൺസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാ പാറ്റേൺസും കൂടിയിട്ട്, നിങ്ങൾക്ക് ഈ പാറ്റേൺ മാത്രമല്ല നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ പാറ്റേൺ ആണ്. കാരണം ഈ പാറ്റേൺ എപ്പോഴും മാർക്കറ്റിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഈസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ഭയങ്കര ഈസിയാണ് ഈ പാറ്റേൺ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പാറ്റേൺ മാത്രം യൂസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മാസ്റ്റർ ആവാം. ബട്ട് ഇതാണ് ഒന്നും കൂടി നല്ല റിവേഴ്സൽ പാറ്റേൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതിന്റെ ലൈവ് എക്സാമ്പിൾസ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒന്ന്. ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഗൈസ്. ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഓക്കെ, നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞ നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് സാധനം തന്നെ വരില്ല, ബട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇനി ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എഗെയിൻ എഗെയിൻ ഇതൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഗൈസ്. നോക്ക്, കണ്ടോ?
ഓക്കെ. ഇതൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. കറക്റ്റ് ഫിറ്റ് ആവുന്നത് കണ്ടോ? അപ്പൊ ഈ പാറ്റേൺസ് മാർക്കറ്റിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി നോക്ക്. അവിടെ നിന്നൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഗായ്സ്. ദാ ഇവിടെ നോക്ക്. ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നിട്ടില്ലേ? ഇതും ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഓക്കെ. അപ്പോ ഇങ്ങനെ മാർക്കറ്റ് റിജക്ഷൻ ഏരിയാസിലാണ് കണ്ടോ ഈ ഏരിയയിൽ വന്ന് ഒരെണ്ണം. ഉം, ഉം, ഈ ഏരിയയിൽ ഒന്ന് വന്നു അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഏരിയയിൽ ഇങ്ങനത്തെ പാറ്റേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതൊരു കോൺഫ്ലുവൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഹെഡ് ആൻഡ് ഷോൾഡർ മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. ഏഹ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ പാറ്റേൺ മാത്രം പാറ്റേൺ ട്രേഡിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് ഞാനത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ബട്ട് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫ്ലുവൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യായിരിക്കും ഒന്നും കൂടി നല്ലത്. സപ്പോർട്ട് റെസിസ്റ്റന്റിന്റെ ഏരിയയിൽ ഹെഡ് ആൻഡ് ഷോൾഡർ വരുമ്പോൾ അതൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. പ്ലസ് ബുള്ളിഷ് എൻഗൾഫി വരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഗൈസ്. അഗൈൻ നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നോക്കാം. GBP USD പോയി നോക്കാം. അങ്ങനെയൊന്നുമില്ല, എല്ലാ എല്ലാ പെയറുകളിലും നമുക്ക് പാറ്റേൺസ് നോക്കാം ഗൈസ്. ഓക്കെ. ഇതാ ഗൈസ്, ഇവിടെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവാം. ഓക്കെ. ഇതെന്ത് പ്രിന്റ് ആവാത്ത? എക്സാക്ട് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഓക്കെ. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും മലഞ്ഞൊക്കെ ആയിരിക്കും വരിക. ഓക്കെ. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. നമ്മളിങ്ങനെ മാർക്കറ്റിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട് ഗൈസ്. ഓക്കെ. ദാ ഇവിടെ ഒരു ചെറിയ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട് ഗൈസ്. ദാ ഇവിടെ ഉണ്ടോ? ഇവിടെ കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയുണ്ട് ഗൈസ്. ഇവിടെ നോക്ക്. ഇവിടെ ഒരു പെർഫെക്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ പാറ്റേൺസ് വരുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. കണ്ടോ? ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വരെ പോയി. അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസിന്റെ അർത്ഥം അതാണ് ഗൈസ്. ഇപ്പൊ ഇവിടെ നോക്ക്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പാറ്റേണും കൂടിയാണ്. കണ്ടോ? ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ഗൈസ്. ഇത് പെർഫെക്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ല, ബട്ട് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഓക്കെ. ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ഗൈസ്. ഓക്കെ. ഇനി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്കൊരു റേറ്റിംഗ് കൊടുക്കാം. ഇതൊരു നമുക്കൊരു 70% അടിപൊളിയായിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ബട്ട് ഇത് നോക്കിയേ. ഇത് ഷോൾഡർ ഒക്കെ ഇവിടെയാണ് കയറിയിരിക്കുന്നത്. ബട്ട് ഇത് എന്നാലും ഇതൊരു 40% ഹെഡ് ആൻഡ് ഷോൾഡർ കോൺഫ്ലുവൻസ് ആണത്. എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോൺഫ്ലുവൻസിലേക്ക് ആഡ് ചെയ്യാം ഗൈസ്. പ്ലസ് നമുക്ക് വേറെയും കൺഫർമേഷൻസ് വേണം. ജസ്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡറിൽ കയറി ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറെ ട്രേഡേഴ്സ് ഉണ്ട് ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺസ് മാത്രം യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന കുറെ ട്രേഡേഴ്സിനെ എനിക്ക് പേഴ്സണലി അറിയായിരുന്നു. അവർ ബട്ട് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഉണ്ടായിരുന്നു, അവർ പ്രോഫിറ്റബിൾ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പാറ്റേൺസ് മാത്രമല്ല, പ്ലസ് എനിക്ക് വേറെ കോൺഫ്ലുവൻസസ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പോ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ഏരിയയിലാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്നും കൂടി പവർഫുൾ ആയിരിക്കും ഗൈസ്. അല്ലാതെ ഇപ്പോ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വന്നിട്ട് ആ ഏരിയയിലാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആയില്ലേ ഗൈസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോൺഫ്ലുവൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പാറ്റേൺസ് യൂസ് ചെയ്യുക ഗൈസ്. ഓക്കെ. അഗെയിൻ 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 ഇഷ്ടം പോലെയാണ് ഗൈസ്. മാർക്കറ്റിൽ എവിടെയൊക്കെ റിവേഴ്സൽ വരുന്നു. ഇനിയിപ്പോ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാവാം. ബട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പറയാ സോറി എന്താ പറയാ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നതും ഈ ഹെഡ് ആൻഡ് ഷോൾഡർ തന്നെയാണ്. പ്ലസ് ഇപ്പൊ ഡബിൾ ടോപ്പും യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന കുറെ ട്രേഡേഴ്സ് ഉണ്ട്. ഡബിൾ ടോപ്പ് പാറ്റേൺ ഉണ്ട്. പിന്നെ അസമെട്രിക് ട്രയാങ്കിൾ, ഡിസെൻഡിങ് ട്രയാങ്കിൾ, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. അത്ര അധികമാണ് പാറ്റേൺസ്. ഇത് ലൈവ് മാർക്കറ്റിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് മാർക്കറ്റിൽ എന്താ പറയാ റിവേഴ്സ് ആവുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ. ഈ പാറ്റേൺസ് നിങ്ങൾ ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് അടിപൊളിയാക്കാൻ പറ്റും ഗൈസ്.